വാണിജ്യപരമായി ആലോചിച്ചാൽ അന്തർദേശീയ തലത്തിൽ ഇന്ത്യക്ക് വലിയ നേട്ടമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ താല്പര്യം ഒരു വലിയ പരിധിവരെ സംരക്ഷിച്ചു ഈ ഉടമ്പടിയിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം. ഉടമ്പടിയാകാനിരിക്കുന്നേ ഉള്ളൂ. ഇന്ത്യയുടെ വാണിജ്യ നേട്ടം എന്താണെന്ന് നമ്മോട് പറയാൻ ബിസിനസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ കൂടി നമുക്കൊപ്പം ചേരും. കൃഷ്ണ, ഗുഡ് മോർണിംഗ് അഗെയിൻ. കൃഷ്ണ, ശരിക്കും ഈ വാണിജ്യ രംഗത്ത് വലിയൊരു ചുവടുവയ്പ്പാണ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ അതിൻ്റെ സ്വാധീനം കണ്ടുവെന്നാണ് മധു റിപ്പോർട്ട് ചെയ്തത്. പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. നമുക്കറിയാം ട്രംപിന്റെ ഒരു സ്വഭാവം എന്താണെന്ന്. കാരണം ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും ആ ബിസിനസ് അല്ലെങ്കിൽ അതിന്റെ തന്ത്രം അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു ഇഷ്യൂ ഉണ്ടാക്കുക, അതിനുശേഷം അതിലെ ഇരു കക്ഷികളെയും ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും കൊണ്ടുവരിക, എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരിക. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഇത്രയും സമയമെടുത്ത ഈ വ്യാപാര കരാർ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് എങ്ങനെ സാധ്യമായി എന്നൊരു ചോദ്യം കാണും. അത് സാധ്യമായതിനു പിന്നിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒപ്പിട്ട ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ വലിയൊരു ഘടകമാണ്. കാരണം ലോക GDP-യുടെ 4/1, ഒപ്പം തന്നെ ലോകത്തിലെ 200 കോടി ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വ്യാപാര കരാറാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായി ഒപ്പിട്ടത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കരാർ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയ മത്സരമാണ് തുറന്നു കിട്ടുന്നത്. 27 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അയക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ട്രംപും അമേരിക്കയും വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങളും ഇത്തരത്തിലൊരു കരാറിലേക്ക് പോകും എന്നതായിരിക്കാം പെട്ടെന്നൊരു വ്യാപാര കരാർ ധാരണയാൻ. കാരണം പലതവണ 8ലേറെ തവണ ചർച്ചകൾ നടന്നതാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. എന്തായാലും ഇപ്പോൾ ആ കരാർ സാധ്യമായിരിക്കുന്നു. ഞാനൊരല്പം എക്സാജറേറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നതെങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സ്പോസ്റ്റ് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. ട്രംപ് 1000 നന്ദി എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അതൊരു ഫോണിൻ കരാർ കഥയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നു. ആ ഫോൺ സംഭാഷണത്തിന് ശേഷം ഈ കരാർ ഉരുത്തിരിയുന്നു. അപ്പോൾ ഈ വ്യാപാര കരാറിന് ധാരണയായി എന്ന് വാണിജ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തും, ഒപ്പം തന്നെ US-ൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങും. യുക്രൈൻ യുദ്ധം അവസാനിക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കാര്യം, റഷ്യയിൽ നിന്ന് വളരെ ലാഭത്തിലാണ് നമ്മൾ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത്. അത് വെനസ്വേലയിൽ നിന്നും US-ൽ നിന്നും വാങ്ങുമ്പോൾ നമുക്ക് അക്കാര്യത്തിൽ ചെലവ് കൂടുമോ എന്ന കാര്യം നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഇനി ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്നത് 25% തീരുവ 18% കുറച്ചു. മറ്റേ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള പണിഷ്മെന്റ് എന്ന് പറയുന്ന 25% തീരുവ ഇനിയില്ല. പാകിസ്ഥാനേക്കാളിലും ബംഗ്ലാദേശിനേക്കാളിലും ഒക്കെ കുറഞ്ഞ തീരുവയാണ് ഇപ്പോൾ ഇന്ത്യക്ക് വരുന്നത്. അധിക തീരുവ പിൻവലിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ തീരുവ ഇനത്തിൽ ഇന്ത്യക്ക് വലിയൊരു ഇളവ് കിട്ടും. മാത്രമല്ല, മറുവശത്തെ 27 രാജ്യങ്ങളിൽ സ്വതന്ത്രമായി നമുക്ക് നമ്മുടെ വസ്തുക്കൾ വിൽക്കാനാവും. അതുകൊണ്ടാണ് വളരെ മത്സരാധിഷ്ഠിതമാകും. അമേരിക്ക ഇല്ലെങ്കിൽ പോലും ഇന്ത്യക്ക് ലോകത്തിന്റെ പല വിപണികളും തുറന്നിട്ടുണ്ട് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ പ്രകാരം. അതുകൊണ്ട് തന്നെ ഈ കരാർ കൂടി വരുന്നതോടുകൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് വലിയ മെച്ചമായിരിക്കുമെന്നറിയാം. പക്ഷേ ചില അവ്യക്തതകളുണ്ട്. എന്തിലൊക്കെയാണ് ഇളവെന്ന് അറിഞ്ഞിട്ടില്ല, ഏതൊക്കെ വസ്തുക്കളുടെ കാര്യത്തിലാണ്. മറ്റൊന്ന്, നമ്മുടെ കാർഷിക മേഖല എപ്പോഴും നമുക്ക് കൺസേൺ ഉള്ള കാര്യമാണ്. നമ്മുടെ ക്ഷീരമേഖല, നമ്മുടെ കാർഷിക മേഖല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി തുറക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം. ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയായിട്ടില്ല. അതിൽ വ്യക്തതയായി കഴിഞ്ഞാൽ, നമ്മുടെ കാർഷിക മേഖല തുറക്കുന്നില്ല എങ്കിൽ കരാർ തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിരിക്കും. യൂറോപ്യൻ യൂണിയൻ കരാറിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാർഷിക മേഖലയെ തൊട്ടുകളിക്കാൻ പാടില്ല, കാർഷിക മേഖല ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കരാറിൽ കാർഷിക മേഖലയെ ഒഴിവാക്കിയിട്ടില്ലെന്നാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കരാറിൽ ഉണ്ടോ എന്നറിയില്ല. അതുപോലെ തന്നെ 0% അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരണമെന്നും പറയുന്നു. അപ്പോൾ ആ മൊത്തത്തിൽ ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത ആയെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായി ഇതിന്റെ ഒരു സാമ്പത്തികമായ ഇമ്പാക്റ്റ് പറയാനാവുക. ഇനി ഓഹരി വിപണികളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അമേരിക്കൻ വിപണികൾ ഇന്നലെ വളരെ കുതിപ്പിലായിരുന്നു. ഇന്ത്യൻ വിപണികൾ കഴിഞ്ഞ 2 ആഴ്ചയായി 2% താഴ്ചയിലായിരുന്നു. 16 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഓഹരി വിപണികളിൽ സെൻസെക്സിലും നിഫ്റ്റിയിലുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടത്. എന്നാൽ ഇന്ന് ആ ചോരപ്പുഴ മാറിയിട്ട് ഇന്ത്യൻ ഓഹരി വിപണികൾ ഒരു കുതിപ്പിന്റെ പാതയിലാകും. കാരണം കുറേ ദിവസങ്ങളായി നിക്ഷേപകർ കാത്തിരിക്കുന്ന കാര്യമാണ് എങ്ങനെയെങ്കിലും ഈ ഒരു വ്യാപാര കരാർ സാധ്യമാകണമെന്ന്. അപ്പോൾ യൂറോപ്പിൽ നിന്ന് ഒരു വശത്ത് നമുക്ക് വില കുറവിൽ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരുന്നു. നമുക്ക് 27 യൂറോപ്യൻ രാജ്യങ്ങളിൽ സാധനങ്ങൾ വിൽക്കാനാകും. ആ സ്വതന്ത്ര വ്യാപാര കരാർ അവിടെ നിൽക്കുന്നതോടൊപ്പം തന്നെ അമേരിക്കയുമായുള്ള കരാർ സാധ്യമാകുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ടേംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമുക്ക് ഈ കരാർ നമ്മുടേതായ ഗുണത്തിന് ഉപയോഗിക്കാമെന്നതാണ് ഇപ്പോൾ വന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ആ കരാർ സാധ്യമായത് ഏറെ ഇന്ത്യയെ സഹായിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. വെനസ്വേലയിൽ നിന്നും US-ൽ നിന്നും ഊർജ്ജം ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അതിന്റെ ഊർജ്ജ ചെലവ് കൂടുമോ, കാർഷിക മേഖലയെ ഒഴിവാക്കിയിട്ടുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നാൽ കൃത്യമായി നമുക്ക് അതിന്റെ ഒരു സാമ്പത്തികമായ ഇമ്പാക്റ്റ് മനസ്സിലാകും. SK. ഓക്കെ, താങ്ക് യു കൃഷ്ണ ചെറിയാൻ. നമ്മുടെ ബിസിനസ് ഡെസ്കിൽ നിന്നാണ് കൃഷ്ണ നമുക്കൊപ്പം ചേർന്നത്. കൃഷ്ണ പറഞ്ഞ പോലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി നമ്മൾ നടത്തിയ ഉടമ്പടി അമേരിക്കയെ മാത്രമല്ല ലോക രാജ്യങ്ങളെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.
ഇന്ത്യക്ക് ഈ കയറ്റുമതിയുടെ കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാനും ഒരുപാട് രാഷ്ട്രങ്ങളുമായി പുതിയതായി കയറ്റുമതി ആരംഭിക്കാനും ഒക്കെ ഇടം കിട്ടിയപ്പോഴാണ് ഈ ട്രംപിന് മനസ്സിലായത് അമേരിക്കയ്ക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. അപ്പോൾ തന്നെ അദ്ദേഹം എന്തായാലും ഇത് ഈ ഉടമ്പടിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ഒപ്പിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കുറച്ചധികം കാലമായി ചർച്ചകൾ നടത്തുകയാണ്. ഡോക്ടർ ജയശങ്കറൊക്കെ തന്നെ അമേരിക്കയിൽ എത്തി ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ ഇത് എന്തായാലും നമുക്ക് ഒരു വളരെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള അതിവേഗത്തിൽ വളരുന്ന ഒരു വേൾഡ് പവർ എന്നുള്ള നിലയിൽ ഇന്ത്യക്ക് വലിയ കരുത്ത് പകരും വരും കാലത്ത് എന്നുള്ളതിൽ സംശയമില്ല. അതുമാത്രമല്ല വളരെ പക്വമായിട്ടുള്ള രീതിയിൽ ഈ പ്രശ്നം കൈകാര്യം ചെയ്തതിലും പ്രധാനമന്ത്രി അഭിനന്ദനം അർഹിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.